ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ സ്ഥിതി വിവരക്കണക്ക് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ആ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മളൊന്ന് പഠിക്കാൻ കേട്ടോ. ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലെ 50 വീടുകളിലെ അംഗങ്ങളുടെ എണ്ണം താഴെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, 50 അംഗങ്ങളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആവർത്തി പട്ടിക തയ്യാറാക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. അപ്പോൾ നമ്മളിവിടെ ആവർത്തി പട്ടിക തയ്യാറാക്കണം. ആവർത്തി പട്ടിക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എങ്ങനെയാണ് ആവർത്തി പട്ടിക തയ്യാറാക്കേണ്ടതെന്ന്. ഇവിടെ നമ്മൾക്ക് ഒരു ഗ്രാമത്തിലെ 50 വീടുകളുടെ അംഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സോ നമ്മൾക്ക് എന്ത് കൊടുക്കണം, ആദ്യം നമ്മൾ ഒരു ബോക്സ് വരയ്ക്കണം. ഓക്കെ, ആ ബോക്സിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഡാറ്റ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. ഓക്കെ, അതിനെങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ 2, 3, 6 അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടല്ലേ. 2 ഏറ്റവും ചെറുത്. ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 13 അല്ലേ. അപ്പോൾ 2 മുതൽ 13 വരെയുള്ള സംഖ്യകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത്രയും ചെറിയ ഒരു നമ്പർ ഇതിൽ കാണുന്നുള്ളൂ. 2 മുതൽ 13 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയൊരു നമ്പറൊന്നും അല്ല ഇത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ആവർത്തി പട്ടിക വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റിലെ ബോക്സിൽ നമ്മൾക്ക് അംഗങ്ങളുടെ എണ്ണം എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിവിടെ അംഗങ്ങളുടെ എണ്ണമാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തിൽ അംഗങ്ങളുടെ എണ്ണം എന്ന് കൊടുക്കാം. പിന്നെ നമ്മൾ കൊടുക്കാനുള്ളത് എന്താണ്, വീടുകളുടെ എണ്ണം എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബോക്സ് വരയ്ക്കുക. അത് നല്ല വൃത്തിയിൽ തന്നെ വരയ്ക്കണം. ഞാൻ ഇതിൻ്റെ വിരൽ കൊണ്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ബോക്സ് വരയ്ക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ നല്ല സ്കെയിലും പെൻസിലൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ ബോക്സ് വരയ്ക്കാം കേട്ടോ. ആദ്യം നമ്മൾ അംഗങ്ങൾ എന്ന് കൊടുക്കാം. കാരണം നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് അംഗങ്ങളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേത് അടയാളം എന്ന് കൊടുക്കും. മൂന്നാമത്തേതിൽ നമ്മൾ വീടുകളുടെ എണ്ണം എന്ന് കൊടുക്കും. ആദ്യം അംഗങ്ങളുടെ എണ്ണം, അടയാളം, വീടുകളുടെ എണ്ണം. 2 അംഗങ്ങളുള്ള എത്ര വീടുകളുണ്ട് നമ്മൾ നോക്കുക. 3 അംഗങ്ങളുണ്ട് നോക്കുക. 4 നോക്കുന്നു. 5 ഇങ്ങനെ ഓരോ നമ്പറിനും നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇതുപോലെ നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ഓക്കെ, 7, 8, 9, 10. ഇത് നമുക്ക് ഇത്രയും ചെറിയ ഒരു ഡാറ്റ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾക്ക് 2 അംഗങ്ങളുള്ള എത്ര വീടുകളുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 5 ഉള്ളത്. 5 കുടുംബങ്ങളിലാണ് 2 അംഗങ്ങളുള്ളത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം എന്ത്, അംഗങ്ങളുടെ എണ്ണം 2 ആയിട്ടുള്ള കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണെന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വീടുകൾ എന്നെടുത്ത് 5 എന്ന് കൊടുക്കും. ഇനി അടയാളം എന്നെടുത്ത് നമ്മൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ അടയാളം നമ്മൾ കൊടുക്കുമ്പോണ്ടല്ലോ 1, 2, 3, 4 4 വര നമ്മൾ ഇതുപോലെ എഴുതിയിട്ട് ഒരു വര നമ്മൾ ക്രോസ് ആക്കിയിടും. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് 5 എന്നാണ്. ഇനി അടുത്തതാണ് 3 അംഗങ്ങളുടെ എണ്ണമുള്ള എത്ര വീടുകളുണ്ട് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങനെയുള്ള 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം, 11 എന്ന് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 11 എന്ന് കൊടുക്കുന്നു. 11 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 1, 2, 3, 4, 5 അത് കൊടുത്തു. പിന്നെ 6, 7, 8, 9 4 വരുന്നു, ഒന്ന് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ അത് 10 ആയി. ഇനി ഒന്നും കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ 14 വരും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 4, 5, 6 എല്ലാം കൊടുക്കണം. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നത്, ഓരോന്നും ഇതുപോലെ കൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അടയാളം കൊടുക്കുന്നു. വീടുകളുടെ എണ്ണം എത്രയാണോ അതും കൊടുക്കുക. ഓക്കെ, അടുത്തത് ഇനി 4 അംഗങ്ങളുള്ള വീടുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഞാനത് നോക്കിയ സമയത്ത് എനിക്ക് 9 കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ 9 എന്ന് എഴുതും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ അടയാളം കൊടുക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ എഴുതുന്നു. പിന്നെ അടുത്തത് 6 വരുന്നുണ്ട്. 5 അംഗങ്ങളുള്ളത് 6 വരും. അത് നമ്മളെങ്ങനെ കൊടുക്കും, 1, 2, 3, 4, 5 പിന്നെ ഒരു വരയും കൂടെ 6 വരും. ഓക്കെ, ഇനി 6 അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ അതും 6 വീടുകൾ തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ 5 ഇങ്ങനെ കൊടുക്കുന്നു. ഒന്നും കൂടെ കൊടുക്കുമ്പോൾ 6 ആയിട്ട് മാറും. ഇങ്ങനെ നമ്മൾ ഓരോന്നും കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ആവർത്തി പട്ടിക ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അംഗങ്ങളും അടയാളം വീടുകളും എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇവിടെ താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനും കൂടെ നമ്മൾ ആൻസർ കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. 2 അംഗങ്ങൾ മാത്രമുള്ള വീടുകളുടെ എണ്ണം എത്ര എന്നാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ ആ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, 2 അംഗങ്ങൾ മാത്രമുള്ള 5 കുടുംബങ്ങളാണ് ഉള്ളത്, 5 വീടുകളാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4 അതിൽ കുറവോ അംഗങ്ങളുള്ള വീടുകളുടെ എണ്ണം എത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ 4 അതിൽ കുറവോ എന്ന് പറയുമ്പോൾ 4 വേണം, അതിൽ കുറവും വേണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം.
4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 4 എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ 9 എന്ന് വരുന്നുണ്ട്. ഇനി അതിൽ കുറവ് എന്ന് പറയുമ്പോൾ ഈ 3 അംഗങ്ങളുള്ളതും വേണം 2 അംഗങ്ങളുള്ളതും വേണം. അപ്പോൾ 4 അംഗങ്ങളുള്ള 9ഉം 3 അംഗങ്ങളുള്ള 11ഉം 2 അംഗങ്ങളുള്ള 5ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 5 + 11 + 9 25 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 10 അതിൽ കൂടുതലോ അംഗങ്ങളുള്ള വീടുകളുടെ എണ്ണം എത്ര? അപ്പോൾ 10ഉം വേണം, അതിൽ കൂടുതലും വേണം. ഓക്കെ, 10 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് കാണുന്നത് 1 ആണ് അല്ലേ? അതിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 10, 11, 12, 13 ഇതൊക്കെ വരും. അപ്പോൾ നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട്? 1 + 1 2 വരുന്നത്. 1 + 1 2. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉള്ള അംഗങ്ങൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അംഗങ്ങളുടെ എണ്ണം കൂടുതലുള്ളത് നോക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ വീടുകളിലാണ് എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ വീടുകളുടെ എണ്ണം ഏതാണ് കൂടുതലെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ വീടുകളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വീടുകൾ ഏതാണ് നോക്കണം. ഇവിടെ വീടുകളുടെ എണ്ണം എന്നത് കൂടുതലുള്ളത് 11 ആണ് അല്ലേ? ഈ 11 എന്ന് പറയുന്നത് ഈ വീടുകളിലുള്ള അംഗങ്ങൾ എത്രയാണ് നോക്കണം. 11 എന്ന് പറയുമ്പോൾ വീടുകളിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 3 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ വീടുകളിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 3 ആണ്. അത് വീടുകളെന്ന് പറയുമ്പോൾ 11 വീടുകളുണ്ട്. ആ വീടുകളിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ഒരു ശാരീരിക ക്ഷമതാ പരിശോധനയിൽ പങ്കെടുത്ത 45 ആളുകളുടെ ഉയരം സെൻറ്റിമീറ്ററിൽ താഴെ നൽകിയിരിക്കുന്നു. ഒരു ആവർത്തി പട്ടിക തയ്യാറാക്കുക എന്നാണ്. നേരത്തെ നമ്മളോട് ആവർത്തി പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അതിൻ്റെ മോഡലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ക്ലാസ് രൂപത്തിലാണ് തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തരുന്നുണ്ട്? ഇതിൻ്റെ ഒരു മോഡലും കൂടെ തരുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം ഉയരമാണ് കേട്ടോ. അവിടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം എന്ന ഒരു രീതിയിൽ അതേ സാധനം ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തതായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഞാനിത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ ബോക്സിൽ ഉയരം എന്നാണ് വരുന്നത്. ഉയരം, പിന്നെ അടയാളം, ഉയരം, അടയാളം, പിന്നെ നമ്മുടെ എണ്ണം. ഇങ്ങനെയാണ് ഈ ബോക്സിലുള്ളത്. അപ്പോൾ 140 മുതൽ 145 വരെ ഉള്ള ഉയരം, 140 മുതൽ 145 വരെ ഉയരമുള്ള ആളുകളുടെ എണ്ണമാണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ? എന്തൊക്കെയാണെന്ന് എണ്ണി നോക്കാം. 140 മുതൽ 145 വരെ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഈ 145 കറക്റ്റായിട്ട് ഇവിടെയല്ല ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 140 മുതൽ 144 വരെയുള്ളത് ഇവിടെ ഈ ഒരു രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്യാം. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 2ആണ്. 143, 141 എന്ന് പറയുന്നത് 2ആണ് കിട്ടുന്നത്. ആ 2 എന്ന് എഴുതുക. ടാലി നമ്മളിതുപോലെ 2 കൊടുക്കുക. ഇനി 145 മുതൽ 150 വരെ, അതായത് ഇവിടെ 145 ഉൾപ്പെടുന്നുണ്ട്, 150 എന്നത് ഉൾപ്പെടുന്നില്ല കേട്ടോ. ശ്രദ്ധിക്കണേ. വീണ്ടും എനിക്ക് കിട്ടിയിട്ടുള്ളത് 2 തന്നെയാണ്. സോ 2 എന്ന് എഴുതുന്നു. ടാലി നമ്മളിതുപോലെ 2 കൊടുക്കും. ഇനി അടുത്തത് എന്താണ് എഴുതേണ്ടത്? 150 ടു ഇവിടെ 150 മുതൽ 155 വരെ എന്ന് കൊടുക്കുന്നു. അടുത്തതാണെങ്കിൽ 155 മുതൽ 160 വരെ, അടുത്തത് 160 മുതൽ 165 വരെ, അങ്ങനെ നമ്മൾ കൊടുക്കുക കേട്ടോ. അതായത് ഫസ്റ്റിലേത് ഉയരം എന്ന ഭാഗത്ത് 140 മുതൽ 145, രണ്ടാമത്തെ 145 മുതൽ 150, മൂന്നാമത്തെ 150 മുതൽ 155, അടുത്തത് വരുന്നത് 155 ടു 160, അതിന് താഴെ 160 ടു 165, അതിനും താഴെ 165 ടു 170 എന്ന രീതിയിൽ വരും. അത് നിങ്ങൾ എഴുതുക. ഞാനിവിടെ ഇത് എത്രയ്ക്കാണ് സംഖ്യകൾ വരുന്നത് എന്നുള്ളതൊന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളിത് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വലിയ കാര്യം. അതാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു വലിയ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെ കൗണ്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഇത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഉയരം, അടയാളം, എണ്ണം എന്ന രീതിയിലാണ്. 140 ടു 145 2 പേരാണ് കാണുന്നത്. 145 ടു 150 3 പേരെ കാണുന്നുണ്ട് കേട്ടോ. അതിലൊരു പോയിൻറ്റും കൂടെ വരുന്നുണ്ട്. ഞാനത് നേരത്തെ കൗണ്ട് ചെയ്തപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പോയിൻറ്റും കൂടെ വരുന്നത് ഉൾപ്പെടുത്തണം കേട്ടോ. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് തന്നെയാണ്. ഞാനപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 150 ടു 155, അതായത് ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 150 എന്ന സംഖ്യ, അല്ലെങ്കിൽ 150 ആയിക്കോട്ടെ, 150 എന്ന സംഖ്യ ആദ്യത്തെ ഈ ഒരു സംഖ്യയിൽ ഉൾപ്പെടുന്നില്ല. നമ്മൾ ഈ എഴുതുന്ന ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്നില്ല, ഇവിടെ മുതലാണ് ഉൾപ്പെടുന്നത്. അതേപോലെ 155 എന്നൊരു സംഖ്യ വരുന്ന സമയത്ത് അത് ഇവിടെയല്ല ഉൾപ്പെടുന്നത്, പകരം എവിടെയാണ് ഉൾപ്പെടുന്നത്? 155 മുതൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. അതുപോലെ 160 ആണെങ്കിൽ ഇതിലല്ല ഉൾപ്പെടുന്നത്, 160 ഉൾപ്പെടുന്നത് ഇവിടെയാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ആവർത്തി പട്ടിക തയ്യാറാക്കാൻ ഇതുപോലെ ക്ലാസ്സുകളായിട്ട് തരുന്ന സമയത്ത്, ഇൻ്റർവെൽസ് ആയിട്ട് തരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൗണ്ട് ചെയ്തിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. 3
5 വരുമ്പോഴാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അതിനുശേഷം 5-മത്തേത് വരുമ്പോൾ നമ്മളൊരു ക്രോസ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആവർത്തി പട്ടിക. അത് ഇതുപോലെ ഇൻ്റർവെൽസ് ആയിട്ട് തരുന്ന സമയത്ത് നിങ്ങൾ നല്ല വൃത്തിയിൽ ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു അതിലുണ്ടായിരുന്ന ആ ക്വസ്റ്റ്യനിൽ കാണിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു 70 വരെ എങ്ങാണ്ടാണ്. പക്ഷേ അതിനേക്കാളും നമ്മൾ നോക്കുന്ന സമയത്ത് 75ഉം 80ഉം 85ഉം ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇതും കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അതിലേതൊക്കെ സംഖ്യകളാണുള്ളത്. നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുവരെ 165 വരെ അല്ലെങ്കിൽ 170 വരെയുള്ളത് എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം ബാക്കി നമ്പേഴ്സും കൂടെ കാണുമ്പോൾ നിങ്ങളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആവർത്തി പട്ടിക വരയ്ക്കാനുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെറ്റാണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഈ ചാപ്റ്ററിൽ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നില്ല, ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. 30 കുട്ടികൾ ഒരു ദീർഘദൂര ഓട്ടം പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആവർത്തി ചതുരം വരയ്ക്കുക എന്നാണ്. അതിനെ ഹിസ്റ്റോഗ്രാം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മളുടെ ആവർത്തി ചതുരം വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഗ്രാഫാണ് അല്ലേ വരയ്ക്കുന്നത്. ഓക്കെ, ഈ അങ്ങനെ വരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് XY എന്ന് പറയുന്ന ഈ 2 ലൈൻസ് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഇവിടെ സമയമാണ്. ഓക്കെ, ഇതാണെങ്കിൽ കുട്ടികളുടെ എണ്ണം. ഓക്കെ, കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എന്നും കൊടുക്കുക കേട്ടോ. കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ, ഇത് നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് തന്നിട്ടുണ്ടാവും, മിക്കവാറും ഇത് നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ സെൻറ്റർ ഭാഗം, ഇവിടെ നമ്മൾ 0 ആണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് 0 ആണ് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അവിടെ 0 ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ എഴുതേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് സമയമാണല്ലോ തന്നിട്ടുള്ളത്, സമയം എന്നിവിടെ എഴുതണം. ഇവിടെ എഴുതേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കുട്ടികളുടെ എണ്ണം എന്നും കൊടുക്കാം. ഇതൊക്കെ നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതിൻ്റെ കൂടെ എവിടെയാണ് എഴുതേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. കുട്ടികളുടെ എണ്ണം ഒരിടത്ത് കൊടുക്കുന്നു, സമയം മറ്റൊരു ഭാഗത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് 0 ആണെന്ന് പറഞ്ഞു, ഓരോ സെൻറ്റിമീറ്ററും നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തിടാം. ഓരോ സെൻറ്റിമീറ്ററും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് സെറ്റായി. അങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ചിലപ്പോൾ അതിനേക്കാൾ നിങ്ങൾ ഗ്രാഫ് പേപ്പറിലാണല്ലോ ചെയ്യുന്നത്. മിക്കവാറും ഗ്രാഫ് പേപ്പറിലാണ് കുട്ടികൾ ചെയ്ത് കാണാറുള്ളത്. നമ്മുടെ എക്സാംസിനൊക്കെ നമ്മൾ ക്ലാസ് ടെസ്റ്റൊക്കെ നടത്തുന്ന സമയത്ത് ചിലരൊക്കെ ഗ്രാഫ് പേപ്പറിൽ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് സ്റ്റോക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഗ്രാഫ് പേപ്പറിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ സമയം എഴുതുന്നു, കുട്ടികളുടെ എണ്ണം സൈഡിൽ എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ സമയം കൊടുക്കുന്ന സമയത്ത് 10, 13, 10 എന്ന് കൊടുക്കുന്നു. ഇവിടെ 10, 13, ഇങ്ങനെ 3 ആണല്ലോ ഇവിടെ കൂടിക്കൂടി വരുന്നത്. 13 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് 16 എന്ന് വരുന്നു. ഓക്കെ, ഞാനത് വേറെ കളറിൽ എഴുതാം കേട്ടോ, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പം എന്ന് തോന്നുന്നു. 10, 13, 16, 19, ഓക്കെ, 22, 25. ഈ ഒരു രീതിയിലാണ്, ഇത്രയുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് 3, 5, 12, 8, 2 അങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾക്ക് എന്ത് കൊടുക്കാം, ഒന്നുകിൽ 2, 3, 4, 5 അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ 2, 4, 6, 8 അങ്ങനെയും കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചില കുട്ടികളൊക്കെ കാണാറുണ്ട് 2 മുതൽ 12 വരെയുള്ള സംഖ്യകൾ അങ്ങനെ എഴുതിപ്പോവും. 1, 2, 3, 4 അങ്ങനെ എഴുതി പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതായത് ഗ്രാഫ് പേപ്പറിലാകുമ്പോൾ നിങ്ങൾ പൊതുവെ അത്യാവശ്യം നല്ല ഹൈക്കാൻ പറ്റും. സോറി കേട്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1, 2, 3 അങ്ങനെ പോകാം. കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സിമ്പിളായിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇവിടെ ചെറിയ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 12 വരെ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 12 വരെ ഇങ്ങനെ കൊടുക്കാം. 1, 2, 3, 4, 5, 6. ഓക്കെ, ഞാനിവിടെ 12 വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 4, 6, 8 അങ്ങനെയും പോവാം കേട്ടോ. കുറച്ചും കൂടെ കൂടുതൽ ഗ്യാപ്പ് ഇട്ടിട്ട് 2, 4, 6, 8, 10, 12 വരെ അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടോ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അവിടെ നിങ്ങളൊന്നും കൊടുക്കരുത് കേട്ടോ. അവിടെ 0 മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇനി 10 to 13 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. 10 to 13 എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം മുതൽ ഇതൊരു ഭാഗം വരെ 3 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ 3യുടെ ഭാഗത്ത് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 13 മുതൽ 10 വരെ വരുന്നത് ഈ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡോട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഒരു ഞാൻ ഈ വരച്ചിട്ടുള്ള ഡോട്ട് ഉണ്ടല്ലോ മക്കളെ, ഈ ഡോട്ട് അത് നിങ്ങൾക്ക് എറേസ് ചെയ്ത് കളയാം കേട്ടോ.
ഓക്കെ, അത് നിങ്ങൾ എറേസ് ചെയ്ത് കളയേണ്ടതാണ്. അത് നിങ്ങളപ്പോൾ അങ്ങനെ കളയാം. അപ്പോൾ എനിക്കത് മായ്ച്ച് കളയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം ബാക്ക് അടിച്ച് പോകാനേ ഇവിടെ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഇത്രയും ഭാഗം മാത്രമാണ്. 10 to 13 എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി 13 to 16 5 ആണ് വരുന്നത്. അപ്പോൾ ഈ 5ൻ്റെ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോട്ട് വരച്ച് കൊടുക്കുന്നു. 13 to 16 എന്ന് പറയുന്നത് 16ൻ്റെ മുകളിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ലൈൻ ഇങ്ങനെ നീട്ടി വരച്ച് കൊടുക്കുന്ന സമയത്ത് ഓക്കെ 13 to 16, 13 മുതൽ 16 വരെയുള്ള ഭാഗം എത്തുമ്പോൾ ഞാൻ ആ ലൈൻ വരച്ച് കൊടുക്കും. ഇനി 16 to 19 12 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 12ൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ, അതൊരു നിങ്ങൾക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് അങ്ങനെ വരയ്ക്കാം കേട്ടോ. അതുപോലെ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യം അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ പറഞ്ഞു തരികയാണ്. ഓക്കെ, 16 to 19 എന്ന് പറയുന്ന ഭാഗം ഇത്രയുമാണ് വരുന്നത്. അടുത്തത് 19 to 22 8 ആണ് വരുന്നത്. 19 to 22 വരുന്നത് 8 ആണ്. 8ൻ്റെ ഭാഗത്ത് നിന്നും ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നു. നിങ്ങൾക്ക് സ്കെയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നും കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, 19 to 22 വരും. ഇനി 22 to 25 വരുന്നത് 2 ആണ് അല്ലേ. സോ 25 to 2ൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഡോട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്കെയിൽ നിങ്ങൾ ജസ്റ്റ് വരച്ച് വെച്ച് കൊടുത്താലും മതി കേട്ടോ, ഇത്രയും ഭാഗം കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് ആവൃത്തി ചതുരം എന്ന് പറയുന്നത്. ഇനി ഞാനിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് നല്ല വൃത്തിയിൽ വരയ്ക്കണം കേട്ടോ. ഞാനിവിടെ എൻ്റെ വിരൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിക്കോളണം എന്നില്ല. ഇത് നമ്മൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചതുരങ്ങളൊക്കെ തന്നെ നല്ല സെയിം സൈസിലായിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ മക്കളെ, ഇതൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ നല്ല വൃത്തിയിൽ കാണും കേട്ടോ. ഇതാണ് നമ്മുടെ ആവർത്തി ചതുരം. ഇത്രയേ ഉള്ളൂ ആവർത്തി ചതുരം എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ വരച്ചതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാവില്ല കേട്ടോ, അതൊരിക്കലും ശരിയായിട്ട് വരത്തില്ല. ഓക്കെ, ഇവിടെ 10 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0 ആണ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് മാത്രമേ നമ്മൾ അടുത്ത സംഖ്യകൾ വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ മാർക്ക് ഈ ചാപ്റ്റർ നമുക്ക് കിട്ടണം കേട്ടോ. സ്ഥിതി വിവര കണക്ക് എന്ന ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയിരിക്കണം. അപ്പോൾ നിങ്ങൾ സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് മൈ ഡിയേഴ്സ്.